കോട്ടയം കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലെ ലാറ്റക്സ് കമ്പനിക്കെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. കമ്പനി ആസിഡ് കലർന്ന വെള്ളം പുറത്തേക്കൊഴുക്കുന്നതിനാൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. കമ്പനി അടിയന്തരമായി അടച്ചുപൂട്ടി ബാധിക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. വർഷമായി പ്രവർത്തിച്ചു വരുന്ന കമ്പനിക്കെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. ട്രീറ്റ്മെന്റ് ചെയ്യാത്ത വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു എന്നതാണ് പരാതി. ആസിഡ് കലർന്ന ഈ വെള്ളം കുടിവെള്ള സ്രോതസ്സുകളെ മലിനപ്പെടുത്തുന്നു. വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശത്ത് ഉണ്ടാവുന്നതെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഈ മലിനജലം ഈ തോട്ടിൽ വരുന്നതിന്റെ ചുറ്റുവട്ടത്തായിട്ട് 10-70ഓളം കിണറുകളുണ്ട്. മനുഷ്യർ ഉപയോഗിക്കുന്ന ശുദ്ധജലത്തിലോട്ട് കലരുകയും അതിന്റെ ഫലമായിട്ട് ആൾക്കാർക്ക് സോറിയാസിസ് പോലുള്ള ചൊറിച്ചിലുകൾ, അതുപോലെ കുട്ടികൾക്ക് ശ്വാസം മുട്ടുന്ന അനുഭവങ്ങൾ, അതുപോലെ പ്രായമായ ഒത്തിരി ആൾക്കാർക്ക് ശ്വാസം മുട്ടലിന്റെ പ്രശ്നങ്ങളുണ്ട്. കമ്പനിക്ക് സമീപത്തെ നിരവധി കുടുംബങ്ങൾ ഇതിനോടകം വീടുപേക്ഷിച്ചു പോയി. എവിടെ കിണർ കുത്തിയാൽ ഈ പ്രദേശത്ത് മലിനജലം, അതിനകത്ത് അമോണിയ, നൈട്രേറ്റ് മുതലായ മാരകമായ കണ്ടന്റ് ഇവിടുന്ന് പല കുടുംബങ്ങളും അടുത്തോണ്ട് മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ആത്യന്തികമായിട്ട് ഫാക്ടറി അടച്ചുപൂട്ടുക. രണ്ടാമത് ഡാമേജ് വന്നിട്ടുള്ള അനവധി ആൾക്കാരുണ്ട്. ഭൂമി നശിച്ചു, ജലസ്രോതസ്സെല്ലാം മലിനമായി. ഇങ്ങനെ ഡാമേജ് സംഭവിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണം. പഞ്ചായത്തും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. അതൊന്നും പാലിക്കാതെ ഇപ്പോഴും പ്രവർത്തനം നടത്തുന്നതായാണ് വാർഡ് മെമ്പർ തന്നെ പറയുന്നു. പഞ്ചായത്തിൽ നിന്ന് നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മെമ്മോ കൊടുത്തിട്ടുണ്ട്. അതും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവർ പിന്നെയും പ്രവർത്തനം തുടങ്ങുന്നത്. പുതിയ ETP പ്ലാൻ നിർമ്മാണം പൂർത്തിയാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഇത്ര കാലമായി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത കമ്പനിയിൽ വിശ്വാസം ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി അടച്ചുപൂട്ടണമെന്നും ബാധിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് പൗരസമിതിയുടെ ആവശ്യം. റിപ്പോർട്ടർ, കോട്ടയം.